പക്ഷെ കേരളം വികസനത്തിൽ ഒട്ടും മുന്നോട്ടല്ല എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് പോരാ കേരളം എന്നുള്ളതാണ്. അപ്പോൾ ഈ അവർ ഉന്നയിക്കുന്ന ആ ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ മറ്റാരെയൊക്കെയോ മാതൃകയാക്കേണ്ടതുണ്ട് എന്ന മട്ടിലുള്ള ആ ഒരു പ്രചാരണം അതിനെ എങ്ങനെയാണ് കാണുന്നത്, അതിനെ എങ്ങനെ പ്രതിരോധിക്കും? കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നല്ലോ BJP. LDF ആണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും കേരളത്തിന്റെ വികസനത്തിൽ പങ്കുവഹിക്കാൻ ഈ 10 വർഷവും BJPക്ക് കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇവിടെ കാര്യമായി സഹായിക്കാലോ. വഴിവിട്ടൊരു സഹായവും വേണ്ട, സാധാരണഗതിയിൽ സഹായിച്ചോ. നമ്മൾ ദുരന്തം നേരിട്ടല്ലോ. ദുരന്തം നേരിട്ട ഘട്ടത്തിൽ ആ ദുരന്തത്തെ സഹായിക്കാൻ തയ്യാറായോ? ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് 2018 നമുക്ക് നേരിടേണ്ടി വന്നത്. അന്ന് സഹായിച്ചോ? ഇപ്പോ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമുണ്ടായി, സഹായിച്ചോ? നമ്മളെ സഹായിക്കാൻ 2018 മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്നാണ് മറുപടി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. അപ്പോൾ ഒരു തരം പകയോടെയല്ലേ സമീപിച്ചത്. ഇതൊരു ഭാഗം. അതോടൊപ്പം കേരളത്തിന് അവകാശപ്പെട്ട വായ്പയെടുക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചില്ലേ? കേരളത്തിന് നൽകേണ്ട നികുതി വിഹിതം വല്ലാതെ കുറക്കുന്ന സ്ഥിതി ഉണ്ടായില്ലേ? ഇതൊക്കെ ഒരു ശത്രുതാപരമായ സമീപനത്തിന്റെ ഭാഗമല്ലേ? ഇതില്ലേ നമ്മൾ കാണേണ്ടത്. അപ്പോ അവർക്കെന്ത് അവകാശം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാൻ? കേരളം തകരട്ടെ എന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ചിട്ട് ആ തകർന്നില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുന്ന തരത്തിൽ കേരളം വികാസം പ്രാപിച്ചു വന്നു എന്നുള്ളതല്ലേ വസ്തുത. അതിൽ നൊമ്പരപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. മറ്റാരുണ്ട് LDF അല്ലാതെ?